ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നൊരു ടാങ്കർ ലോറിയാണ് ഉണ്ടാക്കാൻ പോണത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനൊരു ഗിയർ മോട്ടർ വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ അതിലും വീഡിയോ ഇട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതുപോലൊരു ഗിയർ മോട്ടർ വേണം. ഇനി നമുക്ക് പഴയ കാറിൻ്റെ ഇതുപോലത്തെ 2 ടയറുകൾ വേണം. ഞാനിവിടെ 1 ഇഞ്ച് നീളത്തിൽ 2 ബാർബിക്യൂ സ്റ്റിക്ക് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഗിയർ മോട്ടറിൻ്റെ 2 ലെഗിലോട്ട് നമുക്ക് ആ ബാർബിക്യൂ സ്റ്റിക്ക് 2 എണ്ണം കയറ്റിയിട്ട് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ കാണിച്ച ടയർ ഇതേപോലെ ബാർബിക്യൂ സ്റ്റിക്കിൻ്റെ 2 അറ്റത്തോട്ടും കയറ്റിയിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ 2 വീലും കൂടെ വേണം. ഇത് നമുക്ക് ഫ്രണ്ടിലെ വീല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു 3 ഇഞ്ച് നീളത്തിലൊരു ബാർബിക്യൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് അതേ നീളത്തിൽ തന്നെ ഒരു സ്ട്രോയും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ബാർബിക്യൂ സ്റ്റിക്ക് ആ ടയറിലോട്ട് ഉറപ്പിച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ആ സ്ട്രോയും കൂടെ ഇനി ബാർബിക്യൂ സ്റ്റിക്കിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലെ വീലും കൂടെ പിടിപ്പിക്കണം. അപ്പം നമുക്ക് ആ വീല് ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങുന്ന രീതിയിൽ കിട്ടും. ഇനി നമുക്ക് ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ടിലെ വീല് ഗിയർ മോട്ടറിൻ്റെ ആ മോട്ടറിലോട്ട് ഇതുപോലെ വെച്ച് പിടിപ്പിക്കണം. ഞാനിവിടെ ഗ്ലൂ ഒക്കെ ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു 9 വോൾട്ട് ബാറ്ററിയുടെ കണക്ടർ വേണം. ഇനി നമുക്ക് കണക്ടറിൻ്റെ നെഗറ്റീവ് വയർ മോട്ടറിൻ്റെ ഏതെങ്കിലും ഒരു വയറിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്വിച്ചും കൂടെ വേണം. ഇനി നമുക്ക് സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു വയർ ബാറ്ററി കണക്ടറിൻ്റെ ഒരു വയറിലോട്ടും കൂടെ ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കണം. ഞാൻ പിടിപ്പിച്ചിട്ട് ഇൻസുലേഷൻ ടൈപ്പൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ചിൻ്റെയും മോട്ടറിൻ്റെയും ഒരു വയറും കൂടെ ഉണ്ട്. അതും കൂടെ ഇതുപോലെ കണക്ട് ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമുക്കൊരു 9 വോൾട്ട് ബാറ്ററി ഇതിൻ്റെ പവർ സപ്ലൈക്ക് വേണ്ടി വേണം. ബാറ്ററി നമുക്ക് ഗിയർ മോട്ടറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ബാറ്ററിയിലോട്ട് ബാറ്ററിയുടെ കണക്ടർ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്വിച്ച് ഈ ഒരു സൈഡിലായിട്ട് ബാറ്ററിയുടെ വെച്ച് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കണം. നമുക്കിനി സ്വിച്ച് ഓണാക്കി ഇത് വർക്ക് ചെയ്യാമെന്ന് നോക്കാം. അതായത് മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടാങ്കറും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിനു വേണ്ടി 4 വലിയ ഇതുപോലത്തെ ടയർ വേണം. അതിലോട്ട് നമുക്കൊരു സൈക്കിളിൻ്റെ കമ്പി ഇതുപോലെ കയറ്റിയിട്ട് കൊടുക്കണം. അതിലേക്ക് നമുക്കൊരു സ്ട്രോയും കൂടെ കയറ്റിയിട്ട് കൊടുക്കണം. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് ആ വീലും കൂടെ പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീല് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 2 സെറ്റ് വീല് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ടാങ്കറായിട്ട് യൂസ് ചെയ്യുന്നത് പഴയ ഒരു ഷട്ടിൽ കോർക്കിൻ്റെ കുറ്റിയാണ്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച വീല് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 വീലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കറിൻ്റെ ഫ്രണ്ടിലെ എൻജിൻ്റെ വശവും ഈ ടാങ്കറും തമ്മിൽ ബന്ധിപ്പിക്കണം. അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു കമ്പി വളച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഗിയർ മോട്ടറിൻ്റെ പുറകിലോട്ട് ഈ കമ്പി കൊളുത്തിയിടണം. ഇനി നമുക്ക് ടാങ്കറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഹോളിട്ട് കൊടുക്കണം. അതിനുശേഷം ഗിയർ മോട്ടറും ടാങ്കറുമായിട്ട് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കമ്പിയായിട്ട് ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ ടാങ്കർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. പുതിയതായിട്ടാണെങ്കിൽ ഈ ചാനലിലെ വീഡിയോസൊക്കെ കയറി കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.